ഒരു പണ്ഡിതനോടൊരാൾ ഇപ്രകാരം ചോദിച്ചു, വളരെ വിചിത്രമായും ആശ്ചര്യകരവുമായി കണ്ടിട്ടുള്ളത് എന്താണ്? അതിന് ആ പണ്ഡിതൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, മനുഷ്യൻ പണം സമ്പാദിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കണ്ട് തൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാതെ തന്നെ തന്നെ തോൽപ്പിക്കുന്നു. എന്നിട്ട് തൻ്റെ ആരോഗ്യം തിരികെ നേടുവാനായി പണം വാരിയെറിയുന്നു. ഭാവി കാലത്തെ മാത്രം ഓർത്ത് ചിന്തിച്ചു വ്യാകുലപ്പെട്ട് വർത്തമാനകാലത്ത് ജീവിക്കുവാൻ മറന്നുപോകുന്നു. വർത്തമാനകാലത്തെ മറന്ന് തൻ്റെ ഭാവികാലം പ്രയോജനമില്ലാത്തതാക്കുന്നു. ഒരിക്കലും മരിക്കയില്ല എന്നും ചിന്തിച്ച് ജീവിക്കാതെ തന്നെ മരിച്ചു പോകുന്നു. ഇദ്ദേഹം പറഞ്ഞത് നന്നായി ശ്രദ്ധിച്ച് ചിന്തിച്ചാൽ നാം നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് പറഞ്ഞതെന്ന് മനസ്സിലാകും. അതിരാവിലെ 5 5:30 എഴുന്നേറ്റ് അടുത്തുള്ള പാർക്കിലോ ഗ്രൗണ്ടിലോ പോയാൽ 60-70 വയസ്സുള്ളവർ കയ്യും വീശി നടക്കുന്നത് കാണുവാൻ സാധിക്കും. അവരുടെ അടുക്കൽ പോയി നിങ്ങൾ എത്ര നാളായി നടക്കുവാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചാൽ അവരിൽ പലരും ഞാൻ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് നടക്കുവാൻ തുടങ്ങിയത് എന്ന് പറയും. അതെന്താ സർ, താങ്കളുടെ ശരീരത്തോട് ഇത്ര ശ്രദ്ധ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഓ അതൊന്നുമില്ല, കഴിഞ്ഞ മാസം ഡോക്ടറെ പോയി ഒന്ന് കണ്ടു. അവർ ചെക്ക് ചെയ്തപ്പോൾ BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വളരെ കൂടുതലാണ്. ശരീരം ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, എല്ലാം പെട്ടെന്ന് തീരും, ജാഗ്രത എന്ന് ഡോക്ടർ പറഞ്ഞു. അതാണ് നടക്കാൻ തുടങ്ങിയത് എന്ന് പറയും. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ശരീരത്തോട് ശ്രദ്ധയില്ല. തങ്ങളുടെ ശരീരത്തെ ബാധിക്കുമെന്ന് ഉറപ്പായാൽ അത് നേരെയാക്കുവാൻ ശരീരത്തെ ബുദ്ധിമുട്ടിക്കും. ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജിമ്മോ നടത്തമോ എക്സസൈസോ അത് ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ചെയ്യണം. ജങ്ക് ഫുഡ് ഉപേക്ഷിക്കൂ, എന്നിട്ട് പോഷകാഹാരങ്ങൾ കഴിക്കൂ. എന്ത് കഴിക്കണം, എത്ര നേരം വ്യായാമം ചെയ്യണം എന്നതിന് ശരിയായ ഒരു തീരുമാനമെടുത്താൽ 70-80 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാം. അതുമാത്രമല്ല, നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. അത് നാം ആരോഗ്യത്തോടെ വയ്ക്കണം. ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ.